എല്ലാവർക്കും ഡൗട്ടാണ്. നമ്മൾ ഈ ചെസ്റ്റ് അടിക്കുന്ന സമയത്ത് എല്ലാവരും കേബിളിൽ ഇങ്ങനെ ഇതുണ്ടോ, ഈ കേബിൾ ഇങ്ങനെ ഫ്ലൈ അടിക്കുന്ന കുറേ പേരുണ്ട്, കേബിൾ ഫ്ലൈ അടിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് എല്ലാവർക്കും എന്തിനാ അടിക്കുന്നത്, എവിടേക്ക് അടിക്കുന്നത് ഒരു അറിയില്ല, സംഭവം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, ഏത് ഭാഗത്തിനെ കിട്ടുന്നത് കറക്റ്റ് പറയാം. ഈ കേബിൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതാണ് നമ്മുടെ ഒരു നമ്മുടെ തല ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യാം, നോർമലായിട്ട് സെറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മൾ നല്ല ഹൈറ്റിൽ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ തലയ്ക്ക് അനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത ശേഷം വെയിറ്റ് നോർമൽ വെയിറ്റ് ഇടുക. ഈ നോർമൽ വെയിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ ലോവർ ഭാഗത്തേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ ചെറിയ വെയിറ്റ് ഇടുക, കൈ രണ്ടും ഒരുപോലെ പിടിക്കുക. കൈ രണ്ടും ഒരുപോലെ പിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് മെയിനായിട്ട് മിസ്റ്റേക്ക് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ നമ്മൾ കാല് രണ്ടും ചേർത്ത് ഹെവി വെയിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഒന്ന് കാല് ബാക്കിലോട്ടും വെച്ചിട്ട് ചെയ്യേണ്ടത്. നോർമൽ ചെറിയ വെയിറ്റ് ആകുമ്പോൾ നമ്മൾ കാല് രണ്ടും ഒരുമിച്ച് വയ്ക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ചിലർ എന്ത് ചെയ്യും, കേബിള് ഇങ്ങനെ ചെയ്യും, കൈയിൻ്റെ മുട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ബാക്കിലോട്ട് പോകും. ഇതെല്ലാം ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ കേബിളിൻ്റെ ഒപ്പാണ് നമ്മുടെ മുട്ട് വരണ്ടേ കണ്ടോ, ഈ മുട്ട് കൈ വരണ്ടേ കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ അടിക്കണം കണ്ടോ. ഈ മുട്ട് കൈ നമ്മൾ കേബിളിൻ്റെ ഒപ്പം പോയിട്ട് നമ്മളിതെങ്ങനെ താഴത്തോട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്ന ഭാഗത്താണ് നമ്മുടെ ലോവർ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കിട്ടുക. മനസ്സിലായില്ലേ? ഇതാണ് കേബിളിൽ ചെയ്യുമ്പോൾ ആ ലോവർ ഭാഗത്തിന് കിട്ടുന്ന വർക്കൗട്ട്. ഇനി ഇതിൽ നമ്മൾ അപ്പർ ഭാഗത്തിന് കിട്ടുന്ന വർക്കൗട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കേബിൾ ഉണ്ടാവും താഴത്തോട്ട് ഇറക്കില്ല, താഴത്തോട്ട് ഇറക്കിയിട്ട് ഫുള്ള് താഴ്ത്തിക്കല്ല, മീഡിയം ലെവൽ ഒരു സ്റ്റെപ്പ് മുകളിൽ വയ്ക്കുക. രണ്ടാമത്തെ പോലെ നോർമലായിട്ട് നമ്മൾ ഇറക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ പിടിക്കുക. രണ്ട് കേബിൾ ഒരുപോലെ എടുത്ത് ഇതിന്റെ സെൻറ്റർ ഭാഗത്ത് നിൽക്കണം. എപ്പോഴും ചേർത്താണ് സെൻറ്റർ ഭാഗത്ത് തന്നെ നിൽക്കണതിൻ്റെ. ഒരു കാല് ഫ്രണ്ടിൽ കയറ്റി ചെസ്റ്റ് നൂർത്തി പിടിക്കുക. ഈ കൈ സ്റ്റേഡിയായി കൈ എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് കേട്ടോ മുകളിലോട്ട്. അപ്പം നമ്മൾ ഫേസ് കവർ ആവണല്ലോ, സ്ലോ ആയിട്ട് ഇറക്കുക കേട്ടോ ഫ്രണ്ടിലോട്ട്. അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് എന്താ ചെസ്റ്റ് അപ്പർ ചെസ്റ്റ് ഭാഗത്ത് നല്ല രീതിയിൽ കിട്ടും. മനസ്സിലായി? അപ്പർ ചെസ്റ്റ്. ഇനി നമുക്ക് മിഡിൽ ചെസ്റ്റ് തന്നെ കിട്ടാൻ വെച്ചാൽ നമ്മൾ ഈ കേബിൾ എടുക്കുക, ഓപ്പൺ ചെയ്യുക. എന്താ ഒരു ഇതിന് സെൻറ്ററായി നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലിൽ കൊണ്ടുവരണം കേട്ടോ. ചെസ്റ്റ് ലെവലിൽ കൊണ്ടുവരിക, രണ്ട് നമ്മുടെ ചെസ്റ്റ് ലെവലിൽ കൊണ്ടുവരിക, ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക. രണ്ട് ലെവലിൽ കൊണ്ടുവന്നിട്ട് സെൻറ്ററിൽ തന്നെ നിൽക്കുക. കൈ സ്റ്റേഡിയായി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കാല് ബാക്കിലോട്ട് കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, കൈ ചെറിയ ബെൻഡ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ സ്ലോ ആയിട്ട് വിടുക. കണ്ടോ സ്ലോ ആയി വിടണം. അപ്പോൾ നമ്മൾ മിഡിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കറക്റ്റായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ ഭാഗത്തോട്ടും, അടിയിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ അപ്പർ ഭാഗത്തോട്ടും, മിഡിൽ വെച്ച് ചെയ്യുമ്പോൾ മിഡിലായിട്ടും കിട്ടും. നല്ല രീതിയിൽ നല്ല എഫക്റ്റാണ്. എല്ലാവരും ഈ കേബിൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും അങ്ങോട്ടും നീങ്ങി നിൽക്കരുത്, സെൻറ്റർ ഭാഗത്ത് നിൽക്കുക. കേബിൾ ചെയ്യുമ്പോൾ കൈ